നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷീല സണ്ണിയുടെ ബാഗിലും സ്കൂട്ടറിലുമായി LSD സ്റ്റാമ്പുകൾ വെച്ച് കുടുക്കാനാണ് പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 10,000 രൂപ നൽകിയാണ് ബംഗളൂരുവിലെ ആഫ്രിക്കക്കാരിൽ നിന്ന് ഇവർ LSD സ്റ്റാമ്പുകൾ വാങ്ങിയത്. പക്ഷെ ഇപ്പോൾ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് ഈ സ്റ്റാമ്പുകൾ വ്യാജനെന്ന് മനസ്സിലാകുന്നത്. വ്യാജ LSD സ്റ്റാമ്പുകൾ നൽകി പറ്റിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നാണ് മുഖ്യപ്രതിയായ നാരായണദാസും വ്യക്തമാക്കുന്നത്. നാരായണദാസ് ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. തുടർന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയും നാരായണദാസിന്റെ സുഹൃത്തുമായ ലിവിയയാണ് LSD സ്റ്റാമ്പുകൾ വാങ്ങിയത്. പിന്നീട് ഇത് ഷീല സണ്ണിയുടെ ബാഗിലും സ്കൂട്ടറിലും ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് നാരായണദാസ് മൊഴി നൽകിയത്. 10,000 രൂപ നൽകി ബംഗളൂരുവിലെ ആഫ്രിക്കക്കാരനിൽ നിന്നാണ് ലിവിയ സ്റ്റാമ്പ് വാങ്ങിയത്. എന്നാൽ ഇത് വ്യാജമാണെന്ന് ലിവിയയ്ക്കും അറിയില്ലായിരുന്നു. പിന്നീട് പരിശോധന ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത് മനസ്സിലാകുന്നതെന്നാണ് അവർ വെളിപ്പെടുത്തിയത്. തന്റെ സഹോദരിക്ക് ഷീല സണ്ണിയിൽ നിന്നും അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രതികാരമായാണ് ഇവർ ഷീല സണ്ണിയെ കൊടുക്കാൻ പ്ലാൻ ഇട്ടത്. തലേ ദിവസം തന്നെ ലിവിയ ഷീല സണ്ണിയുടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്നാണ് LSD സ്റ്റാമ്പ് ബാഗിലും സ്കൂട്ടറിലുമായി ഒളിപ്പിച്ചത്. അതിനുശേഷം ഫോട്ടോ എടുത്ത് നാരായണദാസിനെ അയച്ചു കൊടുക്കുകയായിരുന്നു. ഈ ഫോട്ടോയാണ് നാരായണദാസ് എക്സൈസിന് കൈമാറിയത്. വളരെ നാളുകളായി നാരായണദാസ് ഒളിവിലായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലാണ് ബംഗളൂരുവിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത്. കൊടുങ്ങല്ലൂർ DYSP ഓഫീസിൽ ചൊവ്വാഴ്ചയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വൈകിട്ട് ഹാജരാക്കി റിമാൻഡും ചെയ്തു. എല്ലാ സംഭവത്തിലും ഗൂഢാലോചനയിലും നാരായണദാസിന് പങ്കുള്ളതായി വ്യക്തമായെന്നും DYSP VK രാജു പറഞ്ഞിരുന്നു.